ആദ്യമോനെ കൂടി കൊണ്ടുപോയല്ലോ ചേച്ചി. അവനെ ഇവിടെ വെറുതെ ഇരുത്തണ്ടല്ലോ. ഞാൻ ചോദിച്ചു, അവന് താല്പര്യമില്ലാന്ന്. പിന്നെ കാല് വയ്യാന്നൊരു കാരണവും. കാലിന് ഒരു കുഴപ്പമില്ല, അവൻ രാവിലെ നടക്കാൻ പോയില്ലേ. അതിനുശേഷം വീണ്ടും വേദന കൂടിയെന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് അതും കേൾക്കുന്നില്ല. ഈ അലസതയും മടിയും ഒക്കെ അപകട ചേച്ചി. ആദ്യമോനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. പിന്നെ എന്ത് വേണോന്നാ നീ പറയുന്നത്? അവൻ ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ഓരോന്നും പറഞ്ഞു മുടക്കുക. എന്റെ മോൻ അടുത്തില്ലാതെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പോഴും സമാധാനക്കേട് തന്നെയല്ലേ ചേച്ചി? എനിക്ക് തോന്നുന്നത് ആദ്യമോ കുറച്ചു കാലം ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷേ അത് ബാംഗ്ലൂരും ചെന്നൈയിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. പ്രസാദ് സാറിനോട് പറഞ്ഞ് ആദ്യമോനെ അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് പറഞ്ഞയക്കാൻ നോക്ക് ചേച്ചി. അമേരിക്കയിലേക്കോ? ആ, അതൊന്നും വേണ്ട. ഒരുപാട് നാളൊന്നും എനിക്ക് എന്റെ മോനെ വിട്ടു നിൽക്കാനാവില്ല. ഓ, അത് മാത്രമല്ല, സായിപ്പന്മാരുടെ നാട്ടിലൊക്കെ പോയാ എനിക്ക് ചിലപ്പോ അവനെ തിരിച്ചു കിട്ടിയില്ലെന്നും വരും. ഇങ്ങനെ കാളയും വിടില്ല കയറും വിടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി? ദേ, തുളസിയിൽ നിന്ന് ആദ്യമോനെ രക്ഷിക്കാനാ ഞാൻ പറഞ്ഞത്. ഒരു 2 വർഷം ആദ്യമോൻ മാറി നിന്ന തുളസിയെ വല്ലോനും വന്ന് കെട്ടിക്കൊണ്ടുപോകും. ആദ്യമോൻ അമേരിക്കയിൽ പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് ദുർഗേച്ചിക്ക് 4 ആളുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയുകയും ചെയ്യാം. അതൊക്കെ ശരിയാ. പക്ഷെ മോൻ എന്റെ പിടിയിന്ന് വിട്ടുപോയാ അവൻ മറ്റൊരാളായി പോകും. അവന് തുളസിയെ ഇഷ്ടമാണെങ്കിൽ 2 അല്ല 20 വർഷം കഴിഞ്ഞാലും അവൻ അവളെ മറക്കില്ല. അതുപോലെ തുളസിയും എത്ര കാലം വേണമെങ്കിലും അവന് വേണ്ടി കാത്തിരുന്നോളൂ. ചേച്ചിക്ക് തുളസിയെ പോലെ തന്നെ സ്വന്തം മോനെയും വിശ്വാസം ഇല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ? എല്ലാം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നേരിടാം. അതെ, അവൻ ഇവിടെ ഉണ്ടാവുമ്പോ അവന്റെ ഓരോ നീക്കവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണ്ടി വന്ന തുളസി അവനും മുഖാമുഖം കാണുന്നത് പോലും നമുക്ക് തടയാൻ പറ്റും. ഹലോ, ഗുഡ് മോർണിംഗ്. കാലിന്റെ ഒളുക്കൊക്കെ മാറിയോ സഖാവേ? വേദന കുറവുണ്ട്, ഒന്ന് നടന്നു നോക്കിയതാ. നടക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ ഇതല്ലല്ലോ സാറിന്റെ റൂട്ട്. പിന്നെന്താ ഇന്നീ വഴിക്കും? ഹേയ്, ചുമ്മാ ഇതിലെ പോയപ്പോ ഒന്ന് കയറിയതാ. ഇന്നലെ ഒരു ലിഫ്റ്റ് ഒന്ന് സഹായിച്ചല്ലേ, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. ഇന്നലെ തന്നെ പലതവണ താങ്ക്സും ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞല്ലോ. ഓവറാക്കി ചളവാക്കല്ലേ. വേണ്ടെങ്കി വേണ്ട. എന്നാ പിന്നെ വിട്ടോ. ലിഫ്റ്റ് തന്നതും മുട്ടിടിച്ച് വീണതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അവിടെയും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അതെ അതെ. അമ്പോ, അവിടെ പറയാനേ പറ്റില്ലല്ലോ. അപ്പൊ ഓക്കെ, എനിക്ക് മുറ്റം അടിക്കലും വാഷിംഗ് ഒക്കെ ആയിട്ട് ജോലി കുറേ ഉണ്ട്. ഞാൻ പോവാ. മോനും വേഗം സ്ഥലം വിട്ടോ. അമ്മക്കുട്ടി, ഞാൻ സഹായിക്കണോ? വേണ്ട വേണ്ട, ഇവിടെ എനിക്കുള്ള പണിയേ ഉള്ളൂ. അല്ല, നിനക്കിപ്പോ ചായ വേണോ? ചായ കുളിച്ചു വന്നിട്ട് മതി. ആ, എന്നാ വേഗം പോയി കുളിച്ചിട്ട് വാ. അല്ല, അമ്പലത്തിൽ പോകുന്നില്ലേ? ആ, പോണം പോണം, ഞാൻ പെട്ടെന്ന് വരാം. അയ്യോ, എന്റെ ഒരു കമ്മലെവിടെ? ഇനി മുറ്റത്ത് വീണ് കാണോ? എടാ മോനെ, ദുർഗാമ്മയിൽ നിന്ന് സ്നേഹം കിട്ടാതാവുമ്പോ നിനക്ക് ഇവിടെ വരാം.
പക്ഷേ എനിക്ക് അവരുടെ സ്നേഹം കിട്ടാതാവുമ്പോ പോകാൻ വേറെ ഇടമില്ല. ഒന്ന് പോടി കുശുമ്പ് പറയാതെ. അതെ, നീയും ആദ്യം ഞങ്ങൾക്ക് മക്കളാ, സ്വന്തം മക്കള്. അതെ, പണ്ടേ ഞങ്ങൾ അങ്ങനെയാ കണ്ടത്, ഇനിയും അങ്ങനെ ആയിരിക്കും. അതെ, നീ ഇപ്പൊ ആലോചിക്കുന്നത് നിന്റെ അമ്മ ഇതെല്ലാം അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചല്ലേ? അതൊന്നും ആലോചിച്ച ആഹാരം ഇറങ്ങില്ല. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് സ്വന്തം വീട് പിടിക്കാൻ നോക്ക്. കഴിക്കുമോനെ? അച്ഛ ചോറ്. അവൻ കട്ട് ചെയ്തല്ലോ. ഒന്നുകൂടി വിളിക്ക് ചേച്ചി. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. വിളിക്ക്. അയ്യോ, ചേട്ടാ വെള്ളം കൊടുക്ക. അവൻ എടുക്കുന്നില്ലല്ലോ സുലു. നീ പറഞ്ഞതുപോലെ അവൻ ഏതോ വലയിൽ പെട്ടുകഴിഞ്ഞു. എടാ, സൂക്ഷിച്ചു പോണേ. ടെൻഷൻ കൊണ്ട് വല്ലയിടത്തും ചെന്നിടിച്ച് വീഴണ്ട. ഈ അമ്മയ്ക്ക് വിളിക്കാൻ കൊണ്ടൊരു നേരം. അമ്മമാരെ സ്നേഹിച്ചാ മതിയടാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അനുഭവിക്കേണ്ട ഞാനല്ലേ. അമ്മ പിന്നെ 4-5 തവണ വിളിച്ചിരുന്നല്ലേ? ഞാൻ ആദ്യം വിളിച്ചപ്പോ നീ ഫോൺ കട്ട് ചെയ്തെന്താ? ഞാൻ ബൈക്കിൽ വന്നോണ്ടിരിക്കായിരുന്നു. ഫോൺ എടുക്കാൻ നോക്കിയപ്പോ മുമ്പിൽ പോലീസ്. പിന്നെന്ത് ചെയ്യും? കമ്മീഷണറുടെ മോൻ എന്തിനാ വണ്ടി പിടിക്കാൻ നിൽക്കുന്ന പോലീസിനെ പേടിക്കുന്നേ? അഥവാ പിടിച്ചാൽ തന്നെ അമ്മ വിളിക്കാണെന്ന് പറഞ്ഞാ പോരെ? അതെ, ഇങ്ങനെ ആന്റി. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ, അല്ലേ അമ്മേ? അതെ, നിയമം തെറ്റിക്കുന്നത് ശരിയല്ല. പക്ഷേ നിനക്ക് ബൈക്ക് നിർത്തിയിട്ട് ഫോൺ എടുക്കാനല്ലോ. അത് പിന്നെ അമ്മ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നോന്നറിയാം. അതാ ഞാൻ നിർത്താതെ വിട്ടു വന്നത്. ശരി, ആദ്യം ഇത്ര അർജന്റ് ആയിട്ട് എവിടെ പോയത് അത് പറ. മോന്റെ ഫ്രണ്ട്സിനെ ഒക്കെ അമ്മ വിളിച്ചു. ദൈവമേ, ഫ്രണ്ട്സിനെ വിളിച്ചു എന്ന് ആദ്യമേ പറഞ്ഞത് ഭാഗ്യം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? പുതിയ കഥ ആലോചിച്ചുണ്ടാക്കുകയാണെങ്കിൽ വേണ്ട. നിന്റെ ഓരോ നീക്കവും ഞാൻ അറിയുന്നുണ്ട്. അമ്മയെല്ലാം അറിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയാനാ? ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി തന്നെയാ പറയാതെ പോയത്. എന്തായാലും നിനക്ക് പറയാനുള്ളത് നീ പറ, അതുകൂടി ഒന്ന് കേൾക്കണമല്ലോ. കുരുവിള സാറിന്റെ വീട്ടിലെ പാർട്ടിക്ക് പോയപ്പോ അമ്മ എനിക്കൊരു സബ് കളക്ടറെ മോനെ പരിചയപ്പെടുത്തി തന്നില്ലേ? ഉമാമേനോനും മോൻ അനൂപ് മേനോനും. അവര് കണ്ണൂർക്കോ മറ്റോ ട്രാൻസ്ഫർ ആയില്ലേ? പക്ഷെ മാഡമേ പോയുള്ളൂ. അനൂപ് ഇവിടെ ഉണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുമുണ്ട്. ഇന്ന് അവൻ വിളിച്ച് ഫ്രീ ആണെങ്കിൽ വീട് വരെ ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അവന് ചെസ്സിൽ ഭയങ്കര ക്രേസാ. കളിക്കാൻ ആളില്ലാഞ്ഞിട്ട് എന്നെ വിളിച്ചതാ. സബ് കളക്ടർ അമ്മയുടെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് അവിടെ പോയ അമ്മ വഴക്ക് പറയില്ലെന്ന് എനിക്കറിയാം. ചെസ് ബോർഡിൽ 3 റൗണ്ട് കളിച്ചു. 2ലും അമ്മയുടെ മോനാ സ്കോർ ചെയ്തേ. അനൂപ് ശരിക്കും ഞെട്ടി. ഗുഡ്. നീ ഇതിനൊക്കെ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാ. നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവരുമായിട്ടൊക്കെ കൂട്ടുകൂടാവും. എന്നാലും 10 കൊല്ലമായി ചികിത്സ നടത്തിയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ പോലും ഭാഗ്യമില്ലാത്ത എന്റെ മരുമകളുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് തന്നെ നടത്തണമായിരുന്നു മംഗളം. അതുകൊണ്ടെന്താ, ഇനി നിങ്ങളുടെ മരുമകള് പ്രസവിച്ചോളൂ. മംഗളം ഒരു കാര്യം പറഞ്ഞാലേ അത് നടക്കുന്നതാ. അല്ല, ഇതിപ്പോ എന്താ പുതിയൊരു കേസ്? ദുർഗയൊന്നും വിട്ടു പറഞ്ഞില്ല. ഇത്തിരി കടുത്ത എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. വരട്ടെ, പുതിയ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി വരട്ടെ. എങ്കിലേ വലിയ നിയമപാലകനായ കമ്മീഷണറുടെ കുടുംബത്തിലെ നിയമം ഈ മംഗളയ്ക്ക് കയ്യിലെടുക്കാൻ പറ്റും. പണ്ട് എന്റെ അമ്മ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളാ ഇതൊക്കെ. നീ ഇടയ്ക്ക് മുടി വെട്ടിയതുകൊണ്ടാ, ഇല്ലെങ്കിൽ എന്നേക്കാളും മുടി കാണുമായിരുന്നു നിനക്ക്. നമുക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ? അമ്മയുടെ മഞ്ഞൾ കൂട്ടിന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും. നാച്ചുറൽ പ്രോഡക്ട്സിന് ഇപ്പൊ നല്ല ഡിമാൻഡാ. അതെ, നീ കളിയാക്കൊന്നും വേണ്ട.
ദിവസവും വെയിലത്തിറങ്ങി ക്രിക്കറ്റ് കളിക്കുന്ന നീയെ ഇത്രയും നിറത്തോടെ നിൽക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ അമ്മേ. ഒരു ബിസിനസ് തുടങ്ങി കുറെ കാശുണ്ടാക്കിയെങ്കിൽ ആ ദുർഗാമ്മയുടെ മംഗളാപ്പച്ചിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കായിരുന്നു. ഇപ്പൊ നീ അവന്റെയൊക്കെ മുമ്പിൽ തല ഉരിച്ചാണ് നിൽക്കുന്നത്. അവര് പോലും പേടിക്കുന്ന രീതിയിലല്ലേ നിന്റെ നടത്തം. അതൊക്കെ നമ്മുടെ ഒരു നമ്പർ അല്ലേ. ശരിക്കും അവരുടെ മുമ്പില് ഞാനൊരു പുഴുവാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ വിട്ടുകൊടുത്താലേ ചവിട്ടി അരച്ചു കളയും. അതുകൊണ്ടൊരു ജാടയിലങ്ങ് പിടിച്ചു നിൽക്കുന്നതല്ലേ. നിനക്ക് അവരോട് ഇത്തിരി ബഹുമാനത്തിലൊക്കെ പെരുമാറിയാൽ എന്താ മോളെ? ഒന്നുമല്ലെങ്കിലും നിന്നേക്കാളും പ്രായത്തിൽ മൂത്തവരല്ലേ. അത് ശരി, ഞാൻ മാത്രം പ്രായത്തെ ബഹുമാനിച്ച മതിയോ? ദുർഗാമ്മയ്ക്ക് എന്റെ അച്ഛനേക്കാൾ പ്രായം കുറവാണല്ലോ. അതിന്റെ ബഹുമാനം കാണിക്കാത്തതോ പോട്ടെ, കിട്ടുന്ന അവസരത്തിലൊക്കെ എന്റെ അച്ഛൻ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതോ? ഓരോരുത്തർക്ക് ഓരോ സ്വഭാവമല്ലേ. നീ ദുർഗാമ്മയുടെ സ്വന്തം മകളായിരുന്നെങ്കിൽ അവരെങ്ങനെ വെറുക്കുമായിരുന്നോ? അങ്ങനെ സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ എപ്പോഴും എന്നെ അവരുടെ മകളാക്കാൻ നോക്കുന്നത്? ദുർഗാമ്മയ്ക്ക് ആൺകുട്ടി ജനിച്ചപ്പോ അമ്മയ്ക്ക് പെൺകുഞ്ഞായി പോയതിൽ അന്നേ അമ്മയ്ക്ക് നിരാശ ഉണ്ടായിരുന്നു അല്ലേ? തുളസി, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? അമ്മ പറയിപ്പിക്കുന്നല്ലേ. ആദ്യയോട് അമ്മയ്ക്കുള്ള ഇഷ്ടമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചെറുപ്പത്തിലെ എന്നെ കൊണ്ട് ദുർഗാമ്മയെന്ന് വിളിപ്പിച്ചത് അവൻ അമ്മയെ പ്രിയാമ്മയെന്ന് വിളിക്കുന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ? മോളെ അത് ഞാൻ... അവൻ അങ്ങനെ വിളിക്കുന്നേ അമ്മ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. കാരണം അത് സാക്ഷാൽ കനകദുർഗയുടെ ചോരയാ. പാല് കൊടുത്ത കൈക്ക് എപ്പോ വേണമെങ്കിലും തിരിഞ്ഞു കൊത്താം. അപ്പോഴും ഈ തുളസിയെ ഉണ്ടാവുന്ന ഓർമ്മ വേണം. ഒരു പുത്ര സ്നേഹക്കാരി വന്നിരിക്കുന്നു. ഈശ്വരൻ, ഇവളും ആദ്യയിൽ നിന്ന് തന്നെ അകറ്റാൻ നോക്കുകയാണോ? മംഗളം, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. നീ ദുർഗയെ കാണാനല്ലേ പോകുന്നു? അതെന്തിനാണെന്ന് എനിക്ക് അറിയാത്തതല്ലോ. അതുകൊണ്ട് എന്റെ വഴി തടയാൻ വന്നിരിക്ക. അവനവന്റെ വഴി അവനവൻ തന്നെ തീരുമാനിച്ചാൽ ആർക്കും തടയാനൊന്നും പറ്റില്ല. പിന്നെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഉപദേശത്തിന് നന്ദി. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ദുർഗ എന്നെ വിളിച്ചൊരു കാര്യം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവൾക്കായിരിക്കും. കുറ്റം ചെയ്യിക്കുന്നവനും ചെയ്യുന്നവനും ഒരുപോലെ പിടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവാം. ആ ആക്സിഡന്റ് കേസിൽ നിന്നും ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്ന് ഓർക്കണം. അത്തരം ഭാഗ്യം എന്നും മംഗളയ്ക്കൊപ്പം ഉണ്ടാവും. ഒരു ഉപദേശി. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് മനുഷ്യ. കഷ്ടകാലത്തിന് കണ്ണു കാണില്ല. പോത്തിനോട് വേദം ഓതുന്നവൻ മറ്റൊരു പോത്ത്. എല്ലാം ഞാൻ അപ്പച്ചിക്ക് വിട്ടു തന്നിരിക്കുക. അപ്പച്ചി എന്താന്ന് വെച്ചാ ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എങ്കിലേ എനിക്ക് നിന്റെ ഭർത്താവിന്റെ അമ്മയൊന്ന് കാണണം, രുക്മിണി ഏട്ടത്തിയെ. ഇങ്ങോട്ട് അവളുടെ ഒരു ജ്യൂസ് അങ്ങോട്ട് വയ്ക്കേ. ഒരു ജ്യൂസുകാരി. ഒരു കാര്യം തീരുമാനിച്ച അത് കഴിഞ്ഞേ ഉള്ളൂ മംഗളയ്ക്ക് വേറെന്തും. ഇതുവരെ ഒളിഞ്ഞെന്ന് കേൾക്കായിരുന്നല്ലേ? പിന്നെ എനിക്കതല്ലേ വേണ്ടി. സൂക്ഷിച്ചോ. എന്താ ദുർഗേച്ചി ഇത്? അവരെന്തിനാ പ്രസാദ് സാറിന്റെ അമ്മയുടെ മുറിയിലേക്ക് പോകുന്നത്? അറിയില്ല. അമ്മയെ കാണണോന്ന് പറഞ്ഞു. അപ്പച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ട്. എന്താന്ന് ദുർഗേച്ചി ചോദിച്ചില്ലേ? ഇല്ല. നീ ആ ജ്യൂസ് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്ക്. അപ്പച്ചി വരാൻ ഇന്നലെ മുതലേ നീ എന്തോ വലിയ ഗൗരവത്തിലായിരുന്നല്ലോ. രാവിലെ അപ്പച്ചി വന്നപ്പോഴാ നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടു. ഇപ്പൊ ഓക്കെ. മനുഷ്യന്റെ മനസ്സല്ലേ. എനിക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് ഭാരമൊന്നും മനസ്സിൽ കയറ്റി വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് ടെൻഷനാവും. അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചാ ഉടനെ റിലാക്സ് ആവുകയും ചെയ്യും. ജോലിയിലെ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന രണ്ട് വിഭാഗം ഡോക്ടേഴ്സും പോലീസുമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഒരു ഹാർട്ട് പേഷ്യന്റിനേക്കാൾ ടെൻഷൻ ഉണ്ടാവും ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർക്ക്. അതുപോലെ ഒരു കുറ്റം തെളിയിച്ച് നിരപരാധിയെ രക്ഷിക്കുന്നതും കുറ്റവാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതും ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ജോലിയാ. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ടെൻഷൻ ഇല്ലെന്നാണോ പ്രസാദേട്ടൻ പറഞ്ഞു വരുന്നത്? ഏയ് എന്നല്ല, കുടുംബം നോക്കുന്ന ജോലി അത്ര നിസ്സാരമായിട്ട് ഞാൻ കാണുന്നുമില്ല. പക്ഷെ ഞാൻ അറിയാത്ത എന്ത് പ്രശ്നമാണ് നിന്നിവിടെ അലട്ടുന്നത്? എന്നിൽ നിന്ന് കിട്ടാത്ത എന്ത് റിലാക്സേഷനാ അപ്പച്ചിന്ന് നിനക്ക് കിട്ടുന്നത്? അത് അവരിപ്പോ പഴയതുപോലെ ഒന്നും അല്ല പ്രസാദേട്ടാ. കുശുമ്പും കുന്നായ്മയൊക്കെ മാറ്റിവെച്ച് അപ്പച്ചി ഇപ്പൊ ഭക്തിമാർഗത്തിലാ. അതിന്റെ ഒരു പോസിറ്റീവ് എനർജി അവരോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചാൽ നമുക്കും കിട്ടും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അമ്മേ, അമ്മ ഇങ്ങോട്ടിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണമെന്നില്ല, ഞാൻ കുറച്ചു മുമ്പ് ചായ കുടിച്ചതല്ലേ. അത് സാരമില്ല, ചായ ഉണ്ട്. ഇങ്ങോട്ടിരിക്കെ. ഇരിക്കമ്മേ, ഞാൻ ചായ എടുത്തിട്ട് വരാവേ. പ്രസാദേ, എന്താമ്മേ? വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാവിലെ പാട്ടും പൂജയും ഒക്കെ ഇത്തവണ നടത്തിയാലോ എന്നൊരാലോചന. നാഗങ്ങളെ പ്രീതിപ്പെടുത്താത്ത എന്റെ ദോഷങ്ങള് കുടുംബത്തിലുണ്ടെന്ന് മംഗള വന്ന് പറഞ്ഞു. ദേവസങ്കല്പമായിരിക്കുന്ന കന്യകയുടെ മുഖത്ത് ഭക്തർ ചന്ദനം പൂശുന്ന ഒരു ചടങ്ങുണ്ട്. കാവിൽ അതിനു വേണ്ടി തയ്യാറാക്കുന്ന ചന്ദനക്കൂട്ടിൽ ഈ മംഗളെ ഒരു മരുന്ന് ചേർക്കും. ആസിഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു പച്ചമരുന്ന്. ചടങ്ങിന്റെ അവസാനം കാരണവർ സ്ഥാനത്തിരിക്കുന്നയാൾ കുടത്തിലെ വെള്ളം അവളുടെ തലയിലൂടെ ഒഴിക്കും. അപ്പൊ കാണാം ദൈവസങ്കല്പത്തിന്റെ മുഖത്ത് നിന്ന് പാമ്പ് പടം പൊഴിക്കും പോലെ തൊലി ഇളകി വരുന്നത്. അതോടെ തുളസിയുടെ മുഖത്ത് ആദിത്യനെന്നല്ല ആരും ഒന്ന് നോക്കാൻ അറയ്ക്കും, വെറുക്കും. അയ്യോ അപ്പച്ചി, ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആരെങ്കിലും അറിഞ്ഞാ? എങ്ങനെ അറിയാൻ? കാവിൽ ചന്ദനക്കൂട്ട് തയ്യാറാക്കുന്നത് ഞാൻ ഏർപ്പാട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. പിന്നെ ഒന്നോ രണ്ടോ പേരല്ലല്ലോ തുളസിയുടെ മുഖത്ത് ചന്ദനം പുരട്ടുന്നത്. അപ്പൊ പിന്നെ ആരെയൊക്കെ സംശയിക്കും? അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല ചേച്ചി, അതൊക്കെ അപ്പച്ചി നോക്കിക്കോളൂ. പക്ഷേ എന്റെ സംശയം അതല്ല. അല്ല, ഈ ആസിഡ് പോലെ പ്രവർത്തിക്കുന്ന പച്ചമരുന്ന് ചന്ദനത്തിൽ ചേർത്താ അത് പുരട്ടിക്കൊടുക്കുന്നവരുടെയും കൈ പൊള്ളില്ലേ? എന്റെ ചുലു, നമ്മുടെ തൊടിയിലൊക്കെ കാണില്ലേ ചൊറിയണം? കൈവെള്ളയിൽ തേച്ചാ ചൊറിയാറുണ്ടോ? അതില്ല. അതാണ് ഈ മരുന്നിന്റെയും പ്രത്യേകത. ഈ മംഗള പ്രത്യേകം പറഞ്ഞുണ്ടാക്കിക്കുന്ന മരുന്ന. ഒരാൾക്കും അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും ആവില്ല. നമുക്കിറങ്ങാം. കാവിലെ കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ജയ, പിന്നെ പൂജയ്ക്ക് കാണാം കേട്ടോ. അവളോട് പറയണേ.
താലമെടുത്ത് വന്ന് തുളസി നാഗക്കളത്തിൽ ഇരുന്ന ശേഷം ബന്ധുക്കള് വന്ന് മുഖത്ത് പുരട്ടുന്ന ചന്ദനം പ്രത്യേകം വെക്കണം. അതിലൊരു മരുന്നും കൂടെ ചേർക്കാനുണ്ട്. മരുന്നോ? എന്ത് മരുന്ന്? അത് കനകദുർഗ പറഞ്ഞിട്ട് മംഗളാമ ഉണ്ടാക്കുന്ന മരുന്നാ. നല്ല സുഗന്ധവും തണുപ്പും ഒക്കെ ഉണ്ടാകും. ചന്ദനത്തെക്കാൾ സുഗന്ധവും തണുപ്പും കിട്ടുന്ന ഏത് മരുന്നാ? അതൊക്കെ എന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത്? അവര് നമ്മളോട് കാവിലെ പണി ചെയ്യാൻ പറയുന്നു, നമ്മളത് ചെയ്യുന്നു. കാശ് കിട്ടിയാൽ മാത്രം മതിയല്ലോ. ഇതാണ് ആ മരുന്ന്. കണ്ടാൽ ആർക്കെങ്കിലും തോന്നും ഇവൻ ആസിഡിനേക്കാൾ വില്ലനാണെന്ന്. ഏയ്, ഇത് നല്ല പച്ചില കൂട്ടുപോലെയല്ലേ ഇരിക്കുന്നേ. ശരിക്കും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ബലം കിട്ടും അപ്പച്ചി? മോളെ സുലോചനെ, ഇതിന്ന് കുറച്ചെടുത്ത് മുഖത്ത് തേച്ച 10 മിനിറ്റിനുള്ളിൽ ആ മുഖം കറുത്ത് കരുവാളിച്ച് വികൃതമാവും. അയ്യോ, സംശയമുണ്ടെങ്കിലേ നിന്റെ മുഖത്ത് പരീക്ഷിച്ചു നോക്ക്. ചതിക്കല്ലേ അപ്പച്ചി? ഈ മുഖം ഉണ്ടായിട്ട് പോലും ഒരുത്തനും നോക്കുന്നില്ല. അതെ, അത് നിന്റെ മുഖത്തിന്റെ കുഴപ്പമില്ല, പിന്നെ നിന്റെ കയ്യിലിരിപ്പിന്റെ. അപ്പച്ചി, ഇത് തന്നെയാ കുഴപ്പം. സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട് സുന്ദരമായ തുളസിയുടെ മുഖം വികൃതമാക്കാൻ. പക്ഷെ ആ സൗന്ദര്യം വെച്ച് അവൾ എന്റെ മുഖം തന്നെ വളച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ പ്രാർത്ഥിക്കുന്നതോ അത് അവളെ വായി നോക്കി നിൽക്കുന്നു? അയ്യോ അമ്മേ, ഞാൻ അവളുടെ ഡ്രസ്സ് നോക്കിയതാ. കാവിലെ ചടങ്ങിന് എന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാവൂല്ലേ. അതെന്തെങ്കിലും ആവട്ടെ, നീ അവളെ ആരാധനയോടെ നോക്കുന്നത് കണ്ട അവൾ ഏതോ സിനിമാ നടിയാണെന്ന് തോന്നുമല്ലോ. ഓ പിന്നെ സിനിമാ നടി കണ്ടേച്ചാലും മതി. കുറച്ച് വെളുപ്പല്ലാതെ വേറെന്തുണ്ട്? ആവശ്യത്തിന് പൊക്കം പോലും ഇല്ലാത്തൊരു നരുന്ന് പെണ്ണ്. ആരും കാണരുത്. ശരി, അപ്പച്ചി, എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും അറിയണ്ട. കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടന്നോളും. അവരെ വിശ്വസിക്കാലോ അല്ലേ? രമണിയെ എനിക്ക് നേരത്തെ അറിയാവുന്നതാ. അവള് കാശ് കൊടുത്താൽ എന്തും ചെയ്യും. എല്ലാം കഴിഞ്ഞ് 10,000 രൂപ കൂടി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാവിലെ നാഗപൂജ തുടങ്ങി. അപ്പച്ചി അന്വേഷിക്കുന്നുണ്ട്, പോയാലോ? വാ. പ്രസാദേട്ടാ, ആയില്ല. ചന്ദനം ചേർത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ദേവി സങ്കല്പമായി ഇരിക്കുന്നത്. ജലധാര നടത്തി സങ്കല്പത്തെ മാറ്റുക. അല്ല പ്രസാദേട്ടാ, പ്രസാദേട്ടാ, അത് ദുർഗ മാറി നിൽക്ക്. പ്രസാദേട്ടാ, പ്രസാദേട്ടാ, ഇപ്പഴല്ല. പ്രസാദേട്ടാ, ഇപ്പഴത് ഒഴിക്കണ്ട. ദുർഗ, നീ മാറി നിൽക്ക്.
കാവിലെ മുടങ്ങിപ്പോയ ചടങ്ങ് നടത്താൻ പറഞ്ഞത് നീ, അതിൽ തുളസിയെ പങ്കെടുപ്പിക്കാൻ ആവശ്യപ്പെട്ടത് നീ. എന്നിട്ടും അവളോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് നീ മാറ്റാതിരുന്നത് തീരെ ശരിയായില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങളീ പറയുന്നേ? പൂജ ഭംഗിയായി തന്നെ നടന്നില്ലേ? അതുപോരെ? പോരാ, എല്ലാത്തിനും ഒരു മര്യാദ വേണം. കലശമേന്തുന്ന കന്യക ദേവി തുല്യാണെന്ന സങ്കല്പം. പക്ഷെ നീ തുളസിയോട് പെരുമാറിയത് മുഴുവൻ ഒരു ശത്രുവിനോടെന്ന പോലെ ആയിരുന്നു. പ്രസാദേട്ടൻ അങ്ങനെ തോന്നിയതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ആരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ശരി, അതും എന്റെ തോന്നലാന്ന് വെക്കാം. ചടങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ തുളസിയുടെ തലയിൽ കുടത്തിലെ വെള്ളം ഒഴിക്കാൻ പോയപ്പോ നീ അത് തടഞ്ഞെന്തിനാ? അത് ആ ചടങ്ങിന് സമയമായില്ലെന്ന് മംഗളാപ്പച്ചി പറഞ്ഞുകൊണ്ട്. മംഗളാപ്പച്ചി അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കർമ്മിയല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യാൻ പോയത്. എന്തായാലും ആ ചടങ്ങ് മുടങ്ങിപ്പോയൊന്നുമില്ലല്ലോ. കറക്റ്റായിട്ട് കൂടെ അവളുടെ തലയിൽ തന്നെ കമിഴ്ന്ന് വീണില്ലേ? അത് കൃത്യമായി നടന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. നിനക്ക് മാത്രമല്ല, മംഗളാപ്പച്ചിക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കാവിലെ ചടങ്ങ് നടത്തി ദോഷം തീർക്കലായിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. ദേ പ്രസാദേട്ടാ, നിങ്ങളുടെ പോലീസ് സംശയം ഒന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. ഞങ്ങൾ ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടാക്കിയെന്നാ പ്രസാദേട്ടൻ ഈ പറയുന്നേ? അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഞാനത് അന്വേഷിക്കുകയും ചെയ്യും. തുളസിയുടെ ആക്സിഡന്റ് പോലെ ഇത് ഞാൻ വിട്ടുകളയുന്ന ആരും കരുതണ്ട. ദൈവമേ, ചതിച്ചല്ലോ. പ്രസാദേട്ടനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ലെങ്കിൽ പണിയാവുമല്ലോ. എന്റെ ചേച്ചി, എല്ലാ അവസാന നിമിഷം പാളി പോവാണല്ലോ. ഇതെങ്കിലും നമ്മൾ ഉറപ്പിച്ച പോലെ നടക്കുമെന്നാ വിചാരിച്ചേ, അതും പിഴച്ചു പോയല്ലോ. അതെ, കാശ് മുടക്കി കാവില് പൂജ നടത്തിയത് നമ്മൾ. കാവിലെ ദേവി പ്രസാദിച്ചത് അവളോട്. പ്രസാദിച്ചത് ദേവിയല്ല, ചേച്ചിയുടെ പ്രസാദ് സാറാ. സാറ് കുടം കമഴ്ത്താൻ 2 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെ. എപ്പോഴും പ്രിയയുടെ കുടുംബത്തിന് അവസാനം തുണയായി എത്തുന്നത് പ്രസാദ് സാറ് തന്നെ ചേച്ചി. അതിനിപ്പോ എന്താ ചെയ്യാ? ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ പ്രസാദേട്ടനെ ഉൾപ്പെടുത്താതെ ചെയ്യാനും പറ്റില്ലല്ലോ. ഇതിപ്പോ അറക്കാൻ കൊണ്ടുപോയ പശുവിനെ അമ്പലത്തിൽ നടയിരുത്തിയ പോലെയായി. അല്ല, ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ കർമ്മത്തിന് ഒരുങ്ങി വന്ന തുളസിയെ ആദിമോൻ സ്നേഹാരാധനയോടെ നോക്കി നിന്നത്? ഞാനതൊന്നും കണ്ടില്ല. എന്റെ മുമ്പിൽ അവൻ തുളസിയെ അവഗണിച്ചുകൊണ്ട് തന്നെയാ നിന്നത്. അത് അവന്റെ ബുദ്ധി. ദുർഗേച്ചിയുടേതല്ലേ മോൻ. കളി ആരും പഠിപ്പിക്കണ്ടല്ലോ. അവന്റെ കാര്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് നേരെ മറിച്ചാ. എന്റെ ഒരു ഗുണവും അവന് കിട്ടിയിട്ടില്ല. പ്രസാദേട്ടന്റെ വകയിലാ അവൻ പോയിരിക്കുന്നത്. എന്റെ രക്തഗുണമായിരുന്നു അവനെങ്കിൽ തുളസിയെ പോലൊരു പെണ്ണിനോട് ഒരിക്കലും അവന് ഇഷ്ടം തോന്നില്ല. അയ്യോ ചേച്ചി, അങ്ങനെ കരുതി ആദ്യം മോനെ ആ വഴിക്ക് വിട്ടേക്കല്ലേ. നമുക്കവനെ തിരിച്ചു പിടിക്കണം ചേച്ചി. അത് നീ പറയണോ? എനിക്കാകെയുള്ളത് എന്റെ മോനാ. അവനെ കൈവിട്ടു പോയാ പിന്നെ കനകദുർഗയില്ല. മരിക്കേണ്ടി വന്നാലും വിട്ടു കൊടുക്കില്ല ഒരിക്കലും ഞാനവനെ.